നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വെയർ, സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സർക്കാർ സർവീസിലെ ലാറ്ററൽ എൻട്രി NDAയിൽ ഭിന്നത, എതിർപ്പുമായി JDUവും LJPയും, അനുകൂലിച്ച് TDP. കേന്ദ്ര സർക്കാർ സർവീസിലെ ലാറ്ററൽ എൻട്രിയുമായി ബന്ധപ്പെട്ട് NDAയിൽ ഭിന്നത. JDU LJP കക്ഷികൾ തീരുമാനത്തെ എതിർത്തു. ലാറ്ററൽ എൻട്രി തീരുമാനത്തെ TDP അനുകൂലിച്ചു. സംവരണം ഉൾപ്പെടെ തടസ്സപ്പെടുമെന്നാണ് JDUവിന്റെ വാദം. ലാറ്ററൽ എൻട്രി ഭരണനിർവഹണത്തിന്റെ നിലവാരം വർദ്ധിപ്പിക്കുമെന്ന് TDPയും പറഞ്ഞു. കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട ഡോക്ടറുടെ ശരീരത്തിലുണ്ടായിരുന്നത് 14 മുറിവുകളെന്ന് റിപ്പോർട്ട്. പ്രതി സഞ്ജയ് റോയിയെ നുണപരിശോധന നടത്തുവാൻ അനുമതി. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറുടെ കൊലപാതക കേസിൽ പ്രതി സഞ്ജയ് റോയിയെ നുണപരിശോധന നടത്തുവാൻ CBIക്ക് അനുമതി. ഡോക്ടറുടേത് അതിക്രൂരമായ കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. മരിക്കുന്നതിന് മുൻപ് ഡോക്ടർക്ക് ക്രൂരമർദ്ദനമേറ്റെന്നും ലൈംഗിക അതിക്രമം നടന്നെന്നും റിപ്പോർട്ടിലുണ്ട്. കേസുമായി ബന്ധപ്പെട്ട മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI തുടർച്ചയായി 4ാം ദിവസവും ചോദ്യം ചെയ്യുകയാണ്. അറിയും തോറും അത്ഭുതമാകുന്ന ഗുരു. ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി. സമൂഹത്തിന്റെ നന്മ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്നു ശ്രീനാരായണ ഗുരു. ഗുരുദർശനങ്ങൾക്ക് എന്നത്തേക്കാളും പ്രസക്തിയേറുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. സിനിമാ പ്രമുഖർക്ക് നെഞ്ചത്തു കൈവച്ച് ഇത് നിഷേധിക്കാമോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച വിനയൻ. മലയാള സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ചു തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ വിനയൻ. തൊഴിൽ വിലക്കിന്റെ മാഫിയവൽക്കരണം മലയാള സിനിമയിലെ ഗൌരവതരമായ പ്രശ്നമാണെന്ന് വിനയൻ ഫേസ്ബുക്കിലൂടെ വീണ്ടും പറയുന്നു. ഇത് കാലത്തിന്റെ കാവ്യനീതിയാണ്. മലയാള സിനിമയെ ഇന്നും നിയന്ത്രിക്കുന്നവർ മനസാക്ഷിയുടെ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കണമെന്നും നിങ്ങളുടെ മുഖം വികൃതമല്ലേയെന്നും വിനയൻ ചോദിച്ചു. കോടികൾ കുടിശ്ശിക, മോട്ടോർ വാഹന വകുപ്പുമായുള്ള സേവനം അവസാനിപ്പിച്ച് സീഡിറ്റ്. മോട്ടോർ വാഹന വകുപ്പിനുള്ള സേവനം അവസാനിപ്പിച്ച് സീഡിറ്റ്. കോടികളുടെ കുടിശ്ശിക വന്നതോടെയാണ് സീഡിറ്റ് സേവനം നിർത്തിയത്. MVD 9 മാസത്തെ കുടിശ്ശിക തന്നു തീർക്കാനുണ്ടെന്നാണ് സീഡിറ്റ് വിശദീകരണം. ഈ മാസം 17 മുതലാണ് താൽക്കാലിക ജീവനക്കാരെ പിൻവലിക്കുകയും സേവനം അവസാനിപ്പിക്കുകയും ചെയ്തത്.
ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെ പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം, സമ്പുഷ്ടം. കുട്ടനെല്ലൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPM നടപടി. ഏരിയ സെക്രട്ടറിയോടും DYFI നേതാവിനോടും വിശദീകരണം തേടി. കുട്ടനെല്ലൂർ സഹകരണ തട്ടിപ്പ് കേസിൽ നടപടിയുമായി CPM. ഒല്ലൂർ ഏരിയ സെക്രട്ടറി KP പോൾ, DYFI നേതാവ് റിക്സൺ പ്രിൻസ് എന്നിവരോട് CPM വിശദീകരണം തേടി. വ്യാഴാഴ്ച ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമുണ്ടാകും. 32 കോടി രൂപയുടെ തട്ടിപ്പിൽ കുട്ടനെല്ലൂർ ബാങ്കിനെതിരെ ED അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സിറ്റി ടവർ NRI ഫെസ്റ്റ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. 3000 രൂപ വില വരുന്ന ഷെർവാണി വെറും 500 രൂപയ്ക്ക്. സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ. വിവിധ വലുപ്പത്തിലുള്ള 3 വെറും 6999 രൂപയ്ക്ക്. 70% ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും NRI ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. വിദേശ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. ഓഗസ്റ്റ് 15 അവസാനിക്കുന്ന NRI ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. Our sister concern, City Wear and City Shoes, Angamali. Number 048424555555. KSFEയിൽ മുക്കുപണ്ടം പണയം വച്ച് വൻ തട്ടിപ്പ്. 1.48 കോടി രൂപ തട്ടിയെടുത്തു. 5 പേർക്കെതിരെ കേസ്. KSFE ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് വൻ തട്ടിപ്പ്. മലപ്പുറം വളാഞ്ചേരിയിലെ KSFE ശാഖയിലാണ് തട്ടിപ്പ് നടന്നത്. സംഭവത്തിൽ വളാഞ്ചേരി KSFE ശാഖയിലെ അപ്രൈസറായ രാജൻ, മുക്കുപണ്ടം പണയം വെച്ച പാലക്കാട് സ്വദേശികളായ അബ്ദുൽ നിഷാദ്, മുഹമ്മദ് ഷെരീഫ്, മുഹമ്മദ് അഷ്റഫ്, റഷീദ് അലി എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആകെ 221.63 പവൻ സ്വർണമാണെന്ന് വിശ്വസിപ്പിച്ചാണ് മുക്കുപണ്ടം പണയം വെച്ച് 1.48 കോടിയുടെ തട്ടിപ്പ് നടത്തിയത്. കടുത്ത പനി, സീതാറാം യെച്ചൂരിയെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചു. കടുത്ത പനിയെ തുടർന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ യെച്ചൂരിയെ എമർജൻസി വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്ന് എയിംസ് അധികൃതർ അറിയിച്ചു. യെച്ചൂരിക്ക് ന്യൂമോണിയ സ്ഥിരീകരിച്ചതായി CPIM വൃത്തങ്ങൾ അറിയിച്ചു. ഭയപ്പെടാൻ ഒന്നുമില്ലെന്നാണ് അറിയാൻ സാധിച്ചതെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.